നമസ്കാരം. ഇന്നലെ സുപ്രധാന വിധിയിലൂടെ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകുകയുണ്ടായി. അദ്ദേഹത്തിനെതിരെ 3 ബലാത്സംഗ കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നില്ല. ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം അപ്പീൽ കൊടുത്തത്. ഹൈക്കോടതിയിൽ പ്രശസ്ത അഭിഭാഷകൻ അഡ്വക്കേറ്റ് എസ് രാജീവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം ഹാജരായതോടെ തന്നെ ആ കേസിൽ കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് സുപ്രീം കോടതി വിധിയുടെ അതേ തനി പകർപ്പാണ്. അതായത് സുപ്രീം കോടതിയിൽ ഈ അടുത്ത കാലത്ത് ജസ്റ്റിസ് നാഗരത്നയുടെ, അതായത് വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് നാഗരത്നയുടെ സുപ്രധാന ചില 2 വിധികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിവാഹിതയായ ഒരു പെൺകുട്ടി പരപുരുഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റക്കാരി ആ പെൺകുട്ടിയാണ്, അല്ലാതെ ആ ആളല്ല. 2, അത് ബലാത്സംഗമേ അല്ല. അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് കൃത്യമായി വെച്ചിട്ടുണ്ട്. ഇതേ സമാന സ്വഭാവമുള്ള ഒരു കേസിലാണ് ഇപ്പോൾ സുപ്രധാന വിധി അവർ വിധിച്ചിട്ടുള്ളത്. ആ വിധി പ്രകാരം ഒരു കാരണവശാലും ഇതൊരു ബലാത്സംഗമല്ല, പരസ്പര സമ്മതത്തോടെ നടത്തിയ ഒരു കാര്യം മാത്രമാണ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പരാതി കൊടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, നിയമപരമായി നിലനിൽക്കില്ല. ഇതെല്ലാമാണ് കൃത്യമായി സുപ്രീം കോടതിയിൽ വന്ന കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതേപടി തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് നിയമം പോലീസ്, വലിയതുറ പോലീസ് ആദ്യം എഫ്ഐആർ ഇടുകയും പിന്നെ നിയമം പോലീസിലേക്ക് മാറ്റുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ്. നമുക്കറിയാം, പാലക്കാടുകാരിയായ പെൺകുട്ടി ഒരു വനിതാ ജേർണലിസ്റ്റാണ്, പ്രശസ്ത ചാനലിലെ അവതാരികയാണ്. അങ്ങനെയെല്ലാം വിവരമുള്ള നിയമബോധമുള്ള അവർക്ക് കൃത്യമായ നിയമത്തെക്കുറിച്ച് ബോധമുണ്ടായിട്ടും പിണറായി വിജയൻ ൻ്റെ അടുത്താണ് അവർ പരാതി ആദ്യമായി കൊടുക്കുന്നത്. ഇതിൽ പറയുന്ന വളരെ വിചിത്രമായ കാര്യം, അവർ 6 തവണ ഈ രാഹുൽ മാങ്കൂട്ടുമായി സെക്ഷലി ബന്ധപ്പെട്ടു, കിടപ്പറ പങ്കിട്ടു എന്നാണ് പറയുന്നത്. ആദ്യം പങ്കിട്ടപ്പോഴും രണ്ടാമതും പങ്കിട്ടപ്പോഴും അവർക്ക് ബലാത്സംഗമായില്ല. പിന്നീട് 3ാമത് വന്നപ്പോഴും ബലാത്സംഗമായില്ല. നാലാമത്തോട് കൂടിയിട്ടാണ് അവർ ബലാത്സംഗം എന്ന് പറയുന്നത്. 5ാമത്തോട് കൂടിയിട്ട് അവർ ഈ ഇതിൻ്റെ വീഡിയോ കാണിച്ചത്, അവരുടെ നഗ്ന വീഡിയോ കാണിച്ച് അവരെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ ക്രൈം നമ്പർ 1780/2025 നിയമം പോലീസ് സ്റ്റേഷൻ എഗൻസ്റ്റ് ആയിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ നമ്പർ 14427/2025 നമ്പറിലാണ് കേസ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഡ്വക്കേറ്റ് രാജീവാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വായിക്കാം. അവരുടെ പരാതിക്കാരിയുടെ എന്താണ് കേസ് എന്നുള്ളത് വായിക്കാം. ആദ്യം വകുപ്പ് വായിക്കാം നമുക്കൊന്ന്. അതായത് ഒഫൻസസ് അലേജ്ഡ് ആർ പണിഷബിൾ അണ്ടർ സെക്ഷൻസ് 64(2)F, 64(2)H, 64(2)M, 89, 1152, 351 and 3 and read with section 35 of the Bharatiya Nyaya Samhita 2023 for tame the BNS and section 66E of the Information Technology Act 2000 for the short. അതായത് ക്രൂരമായ ബലാത്സംഗം ചെയ്തു, അതേ ഗർഭചിത്രം ക്രൂരമായി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി, അതേപോലെ നഗ്ന വീഡിയോ എടുത്ത് ഭീഷണിപ്പെടുത്തി, അതേപോലെ അത് പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് ഇതിൻ്റെ കേസിൽ വരുന്ന കാര്യങ്ങൾ, ഈ വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അതിൽ പറയുന്ന കാര്യം എന്താണ്, വിവരണം കൃത്യമായി ഞാൻ വായിക്കാം. The applicant is a politician and member of the Legislative Assembly representing Palakkad constituency. He is a 36-year-old bachelor. അതായത് പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടം 36 വയസ്സുള്ള അവിവാഹിതനാണ്. The third respondent is a journalist working in a TV channel. TV ചാനലിലെ ജേർണലിസ്റ്റാണ് 3ാം പരാതിക്കാരി. She is a 27 years old married woman. According to her, she is living separately from her husband due to marital discord. ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്ന വിവാഹിതയായ ഒരു 27 വയസ്സുള്ള പെൺകുട്ടിയാണ് അവർ. The prosecution alleges that the applicant established a friendship with the third respondent who was estranged from her husband by communicating directly via messages on platforms like Facebook, WhatsApp and Telegram. അതായത് ടെലഗ്രാം വഴി, വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, സോഷ്യൽ മീഡിയ വഴി അവർ അടുത്ത ബന്ധമുണ്ടാവുകയും അങ്ങനെ അദ്ദേഹം അടുത്ത സുഹൃത്ത് ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ദ ആപ്ലിക്കൻറ്റ് ഫൈൻഡ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് പ്രോമിസ് ലൈഫ് ലോങ് ടുഗദർനെസ് ടു ഹർ. ഈ സമയത്ത് അവർ തമ്മിൽ
മാനസികമായ ഒരു അടുപ്പം ഉണ്ടാകുകയും ഇത്തരം കാര്യങ്ങളെല്ലാം പരിഹാരമുണ്ടാക്കാമെന്നും ലൈഫ് ലോങ് അവർ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ധാരണ ഉണ്ടാക്കി. Based on these promises, the applicant engaged in sexual intercourse with her multiple times at his flat in Palakkad on 27/1/2025 and 28/1/2025. 28/1/2025 27/1/2025 പാലക്കാട് MLA-യുടെ ക്വാർട്ടേഴ്സിൽ വെച്ച് എന്ത് ചെയ്തു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം 4/3/2025 at the third response rented apartment തൃക്കണ്ണാപുരം, തിരുവനന്തപുരം, the applicant again engaged in sexual intercourse with her. അങ്ങനെ 4/3/2025 അവര് തൃക്കണ്ണാപുരത്തുള്ള ഈ പറയുന്ന പരാതിക്കാരിയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് അവര് വീണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. The applicant again engaged in sexual intercourse with her. Following this, on 17/3/2025, the applicant threatened the third respondent and recorded her nude visuals on his മൊബൈൽ ഫോൺ ആൻഡ് കമ്പൽഡ് ഹർ ഫോർ ഓറൽ സെക്സ്. അതായത് വീണ്ടും ലൈംഗികവൈകൃതങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിർബന്ധിക്കുക, അവരുടെ നഗ്ന വീഡിയോ 17/3/2025 നിർബന്ധിച്ചെടുത്തു, ഭീഷണിപ്പെടുത്തിയെടുത്തു എന്നാണ് പറയുന്നത്. When the third respondent became pregnant and the applicant became aware of it, he forcefully and brutally raped her at her apartment in Thirukanapuram on 22/4/2025. അതിനുശേഷം അവർ പ്രഗ്നൻ്റ് ആയി. അത് അറിഞ്ഞിട്ടും അവർ ഭീകരമായിട്ടും വളരെ മൃഗീയമായിട്ടും ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. എവിടെ വെച്ചിട്ട്? ഈ പെൺകുട്ടിയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് 22/4/2025, അതായത് 6 തവണ അവർ സെക്ഷൽ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. On the same day, he gave her 2 pregnancy aborting tablets named Mifepristone and Misoprostol, and threatened her that he would commit suicide if she did not consume the tablets. അവൾക്ക് 2 തരം ടാബ്ലറ്റ് കൊടുത്തു. ആ ടാബ്ലറ്റ് ഗർഭം അലസിപ്പിക്കാനുള്ളതായിരുന്നു. അത് കഴിച്ചില്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹത്തെ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്നാണ് കേസ്. Again, the third respondent was sexually assaulted in the last week of May 20, 2025 at the flat of applicant at പാലക്കാട്. വീണ്ടും 7ാം തവണ ആ പെൺകുട്ടി പാലക്കാട് പോയി 2025 മെയ് മാസത്തിൽ സെക്ഷലി ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. Following instructions from the applicant, accused number 2 procured abortion pills and personally delivered them to the third respondent on 30/5/2025. വീണ്ടും 30/5/2025 ഇവർക്ക് അക്യൂസ്ഡ് നമ്പർ 2 രണ്ടാമത്തെ ആൾ കൊണ്ടുപോയിട്ട് ഈ അബോർഷൻ പിൽസ് കൊടുത്തു 30/5/2025. The applicant then acquired her through WhatsApp chats to consume the pills and through a WhatsApp video call to terminate the pregnancy. ഇതിലെ അപ്ലിക്കൻ്റ് നിർബന്ധപൂർവ്വം ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഇത് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവർ കഴിച്ചു എന്നുള്ളതാണ് പറയുന്നത്. The crime was initially registered in Valiyamala Police Station, Trivandrum as crime 896/2004. The offences under sections 64(2)(f), 64(2)(h), 64(2)(m), 89(1152), 351(m)(3) are aired with the 35 of the BNS, section 66E of the IT Act, based on the complaint sent by the third respondent to the Chief Minister of Kerala. അങ്ങനെ അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വലിയമല പോലീസ് സ്റ്റേഷനിൽ ആദ്യം FIR രജിസ്റ്റർ ചെയ്തത് എങ്ങനെയാണ്? നേരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് അവിടുന്ന് എത്തിയ പ്രകാരമാണ്, DGP പോയി അങ്ങനെ എത്തിയ പ്രകാരമാണ് ഇത് FIR ഇട്ടത്. Since the place of occurrence was within the Nemam police station limits, the case was transferred to Nemam police station, തിരുവനന്തപുരം സിറ്റി. അങ്ങനെ അത് തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ അയച്ചു. കാരണം നേമം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ പറയുന്ന തൃക്കണ്ണാപുരം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടേക്കും അയച്ചത്. On 28/11/2025, the station house officer Nemam police station, the second respondent registered the crime as 1750/2025 and submitted the original FIR before the Judicial First Class Magistrate Court 7 നെയ്യാറ്റിങ്കര. അങ്ങനെ FIR നെയ്യാറ്റിങ്കര കോടതിയിൽ
1750/2025 നമ്പറായിട്ട് FIR നേമം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തു. ഓൺ ദ സെയിം ഡേ ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റെക്കോർഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് തേർഡ് റെസ്പോണ്ടന്റ് അണ്ടർ സെക്ഷൻ 183 ഓഫ് ദ BNSS. സെക്ഷൻ 183 ഓഫ് BNSS പ്രകാരം പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി, രഹസ്യമൊഴി രേഖപ്പെടുത്തി. ദ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ACP DCRB തിരുവനന്തപുരം സിറ്റി ആസ് പെർ ദ ഓർഡർ ഓഫ് ദ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് ജനറൽ ആൻഡ് കമ്മീഷണർ ഓഫ് പോലീസ് തിരുവനന്തപുരം. അങ്ങനെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ DIGയുടെ നിർദ്ദേശപ്രകാരം, കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ACP ആണ് ഇതിൻ്റെ, DCRBയിലെ ACB ആണ്, ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് ബ്യൂറോ തിരുവനന്തപുരത്ത് ആണ് ഇത് ഏറ്റെടുത്തത്. സ്പെഷ്യൽ ടീമാണ് ഏറ്റെടുത്തത്. ഹി took up the investigation on 29/11/2025 29/11/2025 ഇത് ഏറ്റെടുത്തു. ഇപ്പോൾ on 11/12/2020 the investigation was entrusted to സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച്. 11/12/2020 ഇത് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിന് കൈമാറി. സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് രജിസ്റ്റർഡ് ദ ക്രൈം ആസ് crime number -- on 12/12/2025. As part of the investigation, a special investigation team was constituted. Now the investigation is progress എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഭാഗമാണ് കേട്ടോ. ഇതാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. അപ്പം അതിൽ apprehending arrest the applicant filed an application for the pre-arrest bail criminal MC number 3585/2025 before the Sessions Court തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം ഇതിനു വേണ്ടി മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുത്തു. അക്യൂസ് നമ്പർ 2 also filed a similar application for pre-arrest bail as criminal MC 3660/2025. The application filed the accused number 2 was allowed and pre-arrest bail was granted to him as per the order dated 3/1/2026. The application for pre-arrest bail filed by the applicant was dismissed by the Sessions Court as per the order for 12/2025. It is thereafter that the applicant has approached this court with the above application for pre-arrest bail. This court, as per the order dated 6/12/2025, granted interim protection from arrest to the applicant and it is still force. അതായത് ആദ്യം രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് അപേക്ഷ കൊടുത്തത് മുൻകൂർ ജാമ്യത്തിന്. എന്നാൽ ജാമ്യം നിഷേധിച്ചു. രണ്ടാമത്തെ പ്രതിയാണ് ഫെനി ബാലകൃഷ്ണൻ. അദ്ദേഹം ഇതിൽ അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി കൊടുത്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. എന്നാൽ ഇദ്ദേഹം ജാമ്യം അനുവദിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിച്ചു. അഡ്വക്കേറ്റ് S. രാജീവ് മുഖാന്തരം അദ്ദേഹത്തിന് എന്ത് കിട്ടി? നോട്ട് അറസ്റ്റ് കിട്ടി. ഇപ്പോൾ നേരത്തെ തന്നെ 6/12/2025 അതായത് 2 മാസം മുമ്പ് അദ്ദേഹത്തിന് മുൻകൂർ നോട്ട് അറസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബ്രീഫ് ചരിത്രം. ഇതിനകത്ത് നമ്മൾ ഒന്നാം ഭാഗമായിട്ട് കൊടുക്കുന്ന ഈ വീഡിയോയിൽ ഈ മൊത്തത്തിൽ പേജ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 29 പേജ് ഉണ്ട്. 29 പേജുള്ളതിൽ ഏകദേശം 7 പേജിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് പരാതി എന്താണെന്നും അതിൻ്റെ ബ്രീഫായ ചരിത്രവുമാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. പരാതി എന്ന് കൊടുത്തത് പരാതി വളരെ കാലം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുത്തത്. ഈ സംഭവം നടക്കുന്നത് ജനുവരി മാസം 2025 എന്നാൽ അതിനുശേഷം 11 മാസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത്. ഈ പരാതി കൊടുക്കുന്ന രീതി എങ്ങനെയാണ്? പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കാണോ പരാതി കൊടുക്കേണ്ടത്? അല്ല. സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല പരാതി കൊടുക്കേണ്ടത്, കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ പരാതി കൊടുത്തിട്ട് നടപടിയില്ലെങ്കിൽ SP-ക്കോ കമ്മീഷണർക്കോ പരാതി കൊടുക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രിക്കോ DGP-ക്കോ കൊടുക്കാം. എന്നാൽ ഇവിടെ കൺസേൺഡ് പരാതി പോലീസ് സ്റ്റേഷൻ കൊടുക്കാതെ നേരെ പിണറായി വിജയനാണ് പരാതി കൊടുത്തത്. ഏകദേശം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പം ആ സമയത്ത് ഒരു പരാതി കൊടുത്തില്ല. 2, 5, 7 തവണ ഇവർ സെക്ഷലി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും പരാതിയില്ല. വർഷങ്ങൾക്ക് ശേഷം പിണറായി വിജയനായിട്ട് ബന്ധപ്പെടുകയും ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയായി മാറുകയും ചെയ്തു എന്നതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ പാരഗ്രാഫ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ ഈ അവധിജീവിതയുമായി ഗൂഢാലോചന ഉണ്ടാക്കുകയും അതിലൂടെ ഒരു കള്ളക്കേസ് കൊടുത്താണെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിയുകയാണ്. കാരണം ഇതിൽ പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇതിൽ കൃത്യമായി അന്വേഷണം നടക്കണമായിരുന്നു. ഇതിനകത്ത് അന്വേഷണം നടന്നാൽ സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നീങ്ങുന്നത്, പോലീസ് സ്റ്റേഷനുകൾ നീങ്ങുന്നത്. പോലീസ് സ്റ്റേഷൻ അതിനപ്പുറത്തേക്ക് ഒരു കേസ് എടുക്കാൻ കഴിയില്ല. അത് പ്രകാരം ഈ പെൺകുട്ടി തുടക്കത്തിൽ തന്നെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
ആ ഇഷ്ടപ്രകാരം കാര്യങ്ങളിൽ അവർ ശാരീരിക ബന്ധം പുലർത്തിയ ശേഷം പിന്നെ അവര് അതല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ബലാത്സംഗമല്ല എന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ സുപ്രീം കോടതി പറഞ്ഞത്. അതേ വിധി തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് 7 തവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടും ബലാത്സംഗമായില്ല, പരാതിയില്ല. പിന്നെ എപ്പോഴാണ്? വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ആരാണ് ഇതിന് മുഖ്യ ഗൂഢാലോചനക്കാരൻ? പിണറായി വിജയനാണ്. മനസ്സിലായല്ലോ. പിന്നെ ഇത് ഒരു ബലാത്സംഗ കേസിൽ ചെയ്യേണ്ട രീതികളുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായിട്ടും പ്രതിക്ക് അവസരം കൊടുക്കണം. കാരണം ഇത്തരം കള്ളപ്പരാതികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കള്ളപ്പരാതിയാണെന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇത് സുപ്രീം കോടതിയുടെ അതേപടിയുള്ള കേസാണ്. ജസ്റ്റിസ് നാഗരത്നയുടെ അതേ വിധി പ്രകാരമുള്ള ഒരു കേസാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വളരെ ഗൂഢാലോചന നടന്നു, രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടം ഒരു MLA കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് അടുത്ത ഭാഗത്തെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ അടുത്ത ഭാഗം കൂടെ ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത ഭാഗം ചെയ്ത് 29 പേജുള്ള 4 ഭാഗമായിട്ട് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം.